തൊഴിലില്ലാത്തവൻ തൊഴിയൂരെ ഫ്രീ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. എൻ്റെ മശായിഖിനോട് പറയണോ, എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ തലയിലുള്ള അമാനത്താണ് കുരുവട്ടൂർ ഹിക്കമയിൽ ഉള്ളത് എന്നുള്ളത്. അതൊന്ന് കൊടുത്തേക്കാൻ പറ. അത് വെച്ചിട്ടില്ല ആളുകളെ പറ്റിക്കുന്നത്. അതെങ്കിലും ഒന്ന് കൊടുത്തേക്കടോ. ആ ചെറുക്കൻ വണ്ണം വെച്ചു. ഓ കണ്ടോട്ടോ അവൻ്റെ തലയിലുള്ള 10 കൊല്ലം മുമ്പ് എങ്ങനെയുള്ള സാധനമാണെന്നുള്ളത്. അതെങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്തേക്ക്. ഓൻ്റെ ഒരു മശായിഖ് എടുത്തോണ്ട് പോടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ജലീൽ മടവൂർ. ഇന്നലെ വെണ്ണക്കോട് നൗഷാദിന്റെ കപട ആദർശത്തിന്റെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീണത്. മുഖാമുഖം എന്ന പേരിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് നൗഷാദ് നടത്തുന്ന പരിപാടിയുടെ നഗ്നമുഖം ഇതാ ഇവിടെ പുറത്താവുകയാണ്. ചോദിക്കാൻ വന്നാൽ ഗുണ്ടകളെ ഇറക്കി നേരിടാനും കൈകാര്യം ചെയ്യാനും നൗഷാദിനും കൂട്ടർക്കും പദ്ധതിയുണ്ടെന്ന കാര്യം ഞങ്ങൾ തന്നെയാണ് പബ്ലിഷ് ചെയ്തത്. അവിടെ വന്നവരും മുഴുവനും ചേളാരി വിഭാഗവും ഗുണ്ടകളും കുരുവട്ടൂരിയൻ ഗുണ്ടകളുമാണ്. പക്ഷേ ചോദിക്കാൻ വരുന്നവർക്ക് 100% ഫുൾ പ്രൊട്ടക്ഷൻ നൽകാൻ, അഥവാ ചോദിക്കാൻ വന്നത് മുതൽ തിരിച്ച് എവിടെയാണോ എത്തേണ്ടത് അവിടം വരെ ഫുൾ പ്രൊട്ടക്ഷൻ നൽകാൻ തയ്യാറാണെന്ന് നൗഷാദ് മൈക്കിലൂടെ ആഹ്വാനം ചെയ്യുകയുണ്ടായി. എന്നാൽ നൗഷാദിന്റെ വാക്കിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ സ്വന്തം ജ്യേഷ്ഠൻ, മറുപക്ഷത്തുള്ള സ്വന്തം ജ്യേഷ്ഠനെ വിളിച്ച് 100% അവൻ സുരക്ഷ ഉറപ്പുവരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കാൻ പോയത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. സംഘടനയോ നേതാക്കളോ എന്നെ പറഞ്ഞയച്ചതല്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി മറുപടി പറയാതെ മറ്റേതൊക്കെയോ വിഷയങ്ങൾ എടുത്ത് ചർച്ചയ്ക്കിട്ടും മുന്നിലിരിക്കുന്ന ചേളാരിക്കുട്ടികളെ കൊണ്ട് തക്ബീർ ചൊല്ലിച്ചുകൊണ്ടും നൗഷാദ് നടത്തിയ നാടകത്തെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് ഇവിടെ. ചോദിക്കുന്നതിനിടയിൽ സ്റ്റേജിനും സദസ്സിനും കാവൽ നിൽക്കുന്ന കുരുവട്ടൂരിയൻ ഗുണ്ടകൾ എന്നെ ആക്രമിച്ചു. അത് മൈക്കിലൂടെ പറയാൻ ഒരുങ്ങിയപ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങി. ആദർശം മാത്രം പറയണമെന്ന് പറഞ്ഞ് സദസ്സ് അലങ്കോലപ്പെടുത്തുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. ഞങ്ങൾ ഇന്ന് വരെ ഒന്ന് മാറിക്കോ, ഞാൻ അത് ശരിയാവും. ഞങ്ങൾ ഇന്ന് വരെ ഒന്ന് മാറിക്കോ, ഞാൻ അത് ശരിയാവും. ഇപ്പോഴും ഞങ്ങൾ ഇന്ന് വരെ ഒന്ന് മാറിക്കോ, ഞാൻ അത് ശരിയാവും. ഇപ്പോഴും ഞങ്ങൾ ഇന്ന് വരെ ഒന്ന് മാറിക്കോ, ഞാൻ അത് ശരിയാവും. ഇപ്പോഴും ആദർശത്തിലെ ഈ വീഡിയോ ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ കാണുന്ന മഞ്ഞ കള്ളിഷർട്ട് ധരിച്ച കുരുവട്ടൂരിയൻ ഗുണ്ടയാണ് എന്നെ ദേഹോപദ്രവം നടത്തിയത്. ഞങ്ങൾ ഇന്ന് വരെ ഒന്ന് മാറിക്കോ, ഞാൻ അത് ശരിയാവും. ഇപ്പോഴും ഞങ്ങൾ ഇന്ന് വരെ ഒന്ന് മാറിക്കോ, ഞാൻ അത് ശരിയാവും. ഇപ്പോഴും ഞങ്ങൾ ഇന്ന് വരെ ഒന്ന് മാറിക്കോ, ഞാൻ അത് ശരിയാവും. ഇപ്പോഴും ആദർശത്തിലെ മൗസ് കാണുന്ന സ്ഥലത്തുള്ള മഞ്ഞ കള്ളിഷർട്ട് ധരിച്ച ഇയാളാണ്, കുരുവട്ടൂരിയൻ ഗുണ്ടയാണ് എന്നെ ദേഹോപദ്രവം നടത്തിയത്. ഇയാൾ പുറമെ നിന്ന് വന്ന ആളല്ല, ചോദിക്കുന്നവർക്ക് പ്രൊട്ടക്ഷൻ നിൽക്കുന്ന ആളാണ് ഇയാൾ. അപ്പോൾ തന്നെ ഞാൻ മറ്റുള്ളവരോട് വിവരം പറഞ്ഞു അയാൾ ഉപദ്രവിക്കുന്നു എന്ന്. ആ സമയം തന്നെ സംഭവം വഷളാവാതിരിക്കാൻ തത്സമയം തന്നെ അയാൾ അവിടെ നിന്നും അവർ സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. സംഭവം മൈക്കിൽ പറയുമെന്ന് മനസ്സിലായപ്പോൾ നൗഷാദ് ആദർശം മാത്രം പറയണമെന്ന് വാശി പിടിക്കുകയും പിന്നീട് ഞാൻ ആ കള്ളിഷർട്ട് ധരിച്ച ആൾ എന്ന് പറയുമ്പോഴേക്ക് മൈക്ക് പിടിച്ചു വാങ്ങുകയും ചെയ്യുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. എല്ലാവരും കൂടിയുള്ള തീരുമാനമാണ് ആദർശപരമായ ചോദ്യം. ഒറ്റ ചോദ്യം കൊടുക്കി, ഒറ്റ ചോദ്യം. ആ കള്ളിഷർട്ട് എന്നാണ് ഇട്ടാണ്. ഇപ്പൊ അയാളുടെ വേദനയല്ല, കഴിഞ്ഞു. അത് ഞങ്ങളുടെ വാദത്തിൽപ്പെട്ടതല്ല, അത് ആദർശമല്ല. വേറെ വല്ലതും ചോദിക്കുകയാണെങ്കിൽ പിന്നെ മൈക്ക് കൊടുക്കണ്ടല്ലോ, വേണ്ട. ഓക്കെ, അതെല്ലാരും കൂടിയുള്ള തീരുമാനമാണ് ആദർശപരമായ ചോദ്യം. ഒറ്റ ചോദ്യം കൊടുക്കി, ഒറ്റ ചോദ്യം. ആ കള്ളിഷർട്ട് എന്നാണ് ഇട്ടാണ്. ഇപ്പൊ അയാളുടെ വേദനയല്ല, കഴിഞ്ഞു. അത് ഞങ്ങളുടെ വാദത്തിൽപ്പെട്ട ഒറ്റ ചോദ്യം കൊടുക്കി, ഒറ്റ ചോദ്യം. ആ കള്ളിഷർട്ട് എന്നാണ് ഇട്ടാണ്. ഇപ്പൊ അയാളുടെ വേദനയല്ല, കഴിഞ്ഞു. അത് ഞങ്ങളുടെ വാദത്തിൽപ്പെട്ടതല്ല, അത് ആദർശമല്ല. ആദർശ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. നിങ്ങൾ ചോദിക്കുന്നില്ല, അതുകൊണ്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതാണ് തനി കുരുവട്ടൂരിയൻ ഗുണ്ടായിസം. മുഖാമുഖം എന്ന പേരിൽ നൗഷാദ് നടത്തുന്ന നാടകത്തിന്റെ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങളാണിത്. ചോദിക്കാൻ വരുന്നവരെ ഉപദ്രവിക്കുക, മൈക്ക് പിടിച്ചു വാങ്ങുക, മുമ്പിലിരിക്കുന്ന ചേളാരികളെ കൊണ്ട് തക്ബീർ ചൊല്ലിക്കുക. ഇത് പൊതുജനത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ ചെന്നത്.
ഞാൻ അവിടെ ചോദിച്ച ഓരോ ചോദ്യങ്ങളും നൗഷാദിന്റെ കർണത്തടിയേറ്റ പോലെയുള്ള ചോദ്യങ്ങളാണ്. ചേളാരികളുടെ സ്ഥലത്ത് വെച്ച് ചേളാരികൾ ഒരുക്കിക്കൊടുത്ത വേദിയിൽ പ്രസംഗിക്കുന്ന നൗഷാദിന് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. ഷെയർ മുബാറക്കിനെ വിമർശിക്കുന്ന SKSSF കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉരുണ്ടുമറിയുന്ന നൗഷാദിനെ നിങ്ങളൊന്ന് കാണുക. ഷെയർ മുബാറക്കിന്റെ എതിരാളികളായ SKSSF കുറിച്ച് ഷെയർ മുബാറക്കിന്റെ എതിരാളികളായ SKSF എന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയുന്നു. SKSF-നേക്കാൾ വലിയ എതിരാളി സാക്ഷാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാകുന്നു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കുറിച്ചുള്ള അഭിപ്രായം തീർത്തിട്ട് നമുക്ക് മറ്റു ആളുകളിലേക്ക് പോകാം. മർക്കസിലുള്ള ഷെയർ മുബാറക്കിനെതിരെയുള്ള കുപ്രചരണത്തിനെതിരെ നിരവധി തവണ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച നൗഷാദ് ഇപ്പോഴിതാ ഷെയർ മുബാറക്കിനെ നിന്ദിക്കുകയും കളിയാക്കുകയും സമൂഹമധ്യത്തിൽ താറടിക്കുകയും ചെയ്ത ചേളാരി വിഭാഗത്തിനൊപ്പം കുറച്ചു ദിവസം മുമ്പ് നൗഷാദ് സൽക്കരിച്ച മുംബൈ ജാലിയാവാലയെ ശക്തിയുക്തമായി എതിർക്കുന്ന ചേളാരി വിഭാഗത്തിനോടൊപ്പം ഷെയർ മുബാറക്കിനെ പുകഴ്ത്തുകയും SKSSF-നെ ഇകഴ്ത്തുകയും ചെയ്താൽ മുമ്പിലിരിക്കുന്ന ചേളാരികൾ കല്ലെറിയുമെന്ന് ഭയന്ന് പൊന്മള ഉസ്താദ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് തടിയുരുകയാണ് ചെയ്തത്. എന്നാൽ മറ്റൊരു വിരോധാഭാസം കേൾക്കുക. കുരുവട്ടൂർ ഹാഫിളും നൗഷാദും ഇക്കാലം അത്രയും പ്രസംഗിച്ച് നടന്നു. മഹാനായ ശൈഖുന സീമുല്ലാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉള്ളാട്ടങ്ങളുടെയും AP-യുടെയും കൂടെയാണ് ഹക്ക് എന്ന് സ്റ്റേജാന്തരം കുരുവട്ടൂർ ഹാഫിളും നൗഷാദും പ്രസംഗിച്ച് നടന്നല്ലോ. ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കാത്തത് എന്ന് നൗഷാദിനോട് ചോദിച്ചപ്പോൾ നൗഷാദ് ഉഴലുന്നത് കാണുക. അവര് പറഞ്ഞത് ഉസ്താദ് അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട്, AP-യെ ഏൽപ്പിച്ചു എന്നല്ല, AP-യെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചു. രണ്ടാളും കൂടി ഏൽപ്പിച്ചതിൽ ഉള്ളാള് തങ്ങൾ പോയതോടുകൂടി അത് അവസാനിച്ചു എന്ന് അതിന്റെ വിശദീകരണത്തിൽ ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നിനക്ക് മനസ്സിലായില്ല. രണ്ടാളും കൂടി ഏൽപ്പിച്ച പണി അതാണ്. ആ രണ്ടിൽ ഒരാൾ പോയപ്പോ പോയി മോനെ, അതാണ് അവിടെ സംഭവിച്ചത്. AP ഉസ്താദിനെ നിങ്ങൾ ഭരിച്ചു. അതുകൊണ്ട് തന്നെ ഉസ്താദ് അവറുകളോ ഞങ്ങളോ ഒരിക്കലും മടവൂർ ശൈഖുനാന്റെ ഒരു ചെറിയ സ്ഥാനം പോലും ഞങ്ങൾ ഇടിച്ചു താഴ്ത്തിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഉള്ളാട്ടങ്ങൾ വഫാത്തായതോടുകൂടി സീമലുല്ലാഹി തങ്ങൾ പറഞ്ഞ ആ വാക്ക് നിഷ്ഫലമായി എന്നാണോ താങ്കൾ പറയുന്നത്? യെസ് ഓർ നോ പറയും. നിഷ്ഫലമായി എന്നാണോ പറയുന്നത്? അതാണ് ഇയാൾക്ക് ഇങ്ങനത്തെ ഓരോ നിഷ്ഫലമായി എന്നല്ല, ആ പറഞ്ഞ വാക്കിന്റെ ഫലം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല. അങ്ങനെയാണല്ലോ നിങ്ങളിപ്പോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. CM വലിയുല്ലാഹി പറഞ്ഞത് രണ്ടാളും കൂടിയാണ്. രണ്ടാളും കൂടി ഇന്നില്ലാത്തത് കൊണ്ട് ഒരാളെ മാത്രം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതോടുകൂടി കഴിഞ്ഞു. അങ്ങനെയല്ല, ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാമായിരുന്നു. അപ്പോൾ രണ്ടാളും കൂടി ഏൽപ്പിച്ച പണി താജുൽ ഉലമയുടെ വഫാത്തോടുകൂടി AP-യുടെയും ഉള്ളാട്ടങ്ങളുടെയും കൂടെയാണ് എന്ന ശൈഖുന സീമുല്ലാഹിയുടെ വാക്കിന്റെ പ്രസക്തി അവസാനിച്ചു എന്ന് പറയുന്ന നൗഷാദ് താജുൽ ഉലമയുടെ വഫാത്തിന് ശേഷം എത്രയെത്ര വേദികളിൽ കുരുവട്ടൂർ ഹാഫിളും നൗഷാദും ഇക്കാര്യം തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. മറന്നുപോയോ നൗഷാദ് മൗലവി? സുന്നി സമൂഹം കേട്ടതാണ്. പച്ചക്കള്ളം പറയുമ്പോൾ ഒത്തിരി പിന്നോട്ട് ചിന്തിക്കണം. നൗഷാദിനെ അഹ്സനി എന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന ചർച്ച ആദർശപരമല്ല എന്നുള്ളതാണ് മറ്റൊരു വാദം. ആ ചർച്ചയ്ക്ക് നൗഷാദ് തന്നെയാണ് തുടക്കമിട്ടത്. വീഡിയോ കാണുന്നവർക്കറിയാം ഞാനല്ല തുടക്കം കുറിച്ചത്. അതിരിക്കട്ടെ, നൗഷാദിന്റെ ആദർശമില്ലാത്ത നൗഷാദിന്റെ കപട ആദർശം ജനങ്ങൾ അറിയണ്ടേ? എന്നിട്ടല്ലേ ബാക്കിയുള്ളവരുടെ ആദർശം. ആദർശപരമല്ലാത്ത എന്തെങ്കിലും ഒരു ചോദ്യം ജലീൽ അവിടെ ചോദിച്ചതായി തെളിയിക്കാൻ നൗഷാദിനും കുരുവട്ടൂരികൾക്കും സാധിക്കുമോ? ഉള്ളം കയ്യിൽ നിന്നും രോമം പറിച്ചു തരും ഞാൻ. ആശയവും ആദർശവും തിരിയാത്ത വെറും ആമാശയം മാത്രം പരിചയമുള്ള മുമ്പിലിരിക്കുന്ന ചേളാരി വർഗത്തെ ഇളക്കിവിട്ട് ഞാൻ ചോദിക്കുന്നത് നിർത്തിക്കാൻ വേണ്ടി നൗഷാദ് കിടഞ്ഞു ശ്രമിക്കുന്നത് വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാകാം. ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കാണിക്കുകയാണ്. ഇനി ആദർശം എന്ന വാക്ക് ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്ന ഒരു നാട്ടുകാരനെ വിട്ട് നൗഷാദിന്റെ ഗുണ്ടകൾ പറയിപ്പിക്കുന്നത് കേൾക്കുക. ചോദ്യം ചോദിക്കാതെ ഒച്ചുണ്ടാക്കിയാൽ ഞങ്ങൾ കയ്യേക്കേണ്ടി വരും. അതിനാൽ കടമാണ്. അതിനാൽ ആദർശമായ ചോദ്യം ചോദിക്കാതെ ഒച്ചുണ്ടാക്കിയാൽ ഞങ്ങൾ കയ്യേക്കേണ്ടി വരും. ആദർശമായ ചോദ്യം ചോദിക്കാതെ ഒച്ചുണ്ടാക്കിയാൽ ഞങ്ങൾ കയ്യേക്കേണ്ടി വരും. ചോദ്യം ചോദിക്കാൻ വരുന്നവരെ കൈകാര്യം ചെയ്യാൻ ചേളാരി ഗുണ്ടകൾ തയ്യാറായിട്ടുണ്ടെന്ന കാര്യം അയാൾ തന്നെ വാക്കുകൾക്കിടയിലൂടെ അറിയാതെ പറഞ്ഞുപോയി. ചോദ്യം ചോദിക്കാൻ വന്ന എനിക്ക് മൈക്ക് തരാൻ ധൈര്യമില്ല. കയറി വന്ന ചേളാരിക്കാരന് മൈക്ക് കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. മൈക്ക് പിടിച്ചു വാങ്ങാനായി മാത്രം കുറച്ചാളുകൾ.
ചോദിക്കാൻ വന്ന എനിക്ക് മൈക്ക് വിട്ടു തന്നാൽ നൌഷാദിന്റെ കപടത്തരം പൊളിയുമെന്ന് മനസ്സിലാക്കി ചോദ്യം ചോദിച്ച് തീരും മുമ്പേ മൈക്ക് പിടിച്ചു വാങ്ങി വീണെടുത്ത് കിടന്ന് ഉരുളുന്ന നൌഷാദിന്റെ തൊലിക്കെട്ടി അപാരം തന്നെയാണ്. ഇനി സ്റ്റേജിലുള്ള മറ്റൊരുത്തന്റെ കള്ളത്തരം കയ്യോടെ പിടികൂടുന്നത് നിങ്ങളൊന്ന് കാണുക. കളവ് മാത്രം പറയുന്ന സമദ് അൻവരി. AP ഉസ്താദിന്റെ പേരിന്റെ കൂടെ ഞാൻ ശ്രീ കൂട്ടി പറയാറുണ്ട് പോലും. വാർത്തകൾ വായിക്കുമ്പോ ഏതായാലും കൂട്ടത്തെ ശ്രീകാന്തപുരം എന്നൊക്കെയുള്ള പ്രയോഗം അത് മറ്റുള്ളൊരു സംസ്കാരം നമുക്ക് വേണ്ട. കാന്തപുരം ഉസ്താദ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതാണ് നല്ലത്. ഏതായാലും സുന്നിത സംസ്കാരം വാർത്ത പറഞ്ഞതാണ്. ശ്രീകാന്തപുരം ജലീൽമടവൂർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉസ്താദേ? ഇപ്പൊ അതിനുവേണ്ടി ഒരു തർക്കം വേണ്ട, ആദർശം ചോദിക്കും. സത്യം പറയണം, കളവ് പറയാൻ. എന്നാൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് സമദ് അൻവരി. ഒന്നും പറയാനില്ലായിട്ട് എന്റെ പേരിൽ പച്ചക്കള്ളം കെട്ടിച്ചമച്ച് പറയുന്ന സമദ് അൻവരി 1000 വട്ടം വെല്ലുവിളിക്കുന്നു. ജലീൽ മടവൂരിന്റെ ഏതെങ്കിലും ഒരു വാർത്തയിൽ കാന്തപുരം ഉസ്താദിന്റെ പേരിന്റെ കൂടെ ശ്രീ എന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്കണം, ക്ലിപ്പ് കൊണ്ടുവരണം. എന്റെ ചെരുപ്പെടുത്ത് നടക്കാൻ ഞാൻ തയ്യാറാകും. വെല്ലുവിളിക്കുകയാണ്. ഇനി കേൾക്കുക. ഉത്തരം മുട്ടുമെന്ന് ഉറപ്പായപ്പോൾ ആദർശം ചോദിച്ചിട്ടും അത് ആദർശമല്ല എന്ന് പറഞ്ഞ് ഉത്തരം മുട്ടി തടിയൂരുന്ന നൌഷാദ് ചോദിക്കാൻ സമ്മതിക്കാതെ ഞാൻ മടങ്ങിപ്പോകുമ്പോൾ ഒരു വെല്ലുവിളി നടത്തുന്നത് കേൾക്കുക. ആദർശപരമായ ഒരു ചോദ്യത്തിന് പോലും ഈ ജമാഅത്തുകാർക്ക് ആവുകയില്ല. അതിന് മാത്രം അവർ വളർന്നിട്ടില്ല. വെറുതെ വാട്സപ്പിലും വൈലക്സിലും ഒച്ചയുണ്ടാക്കുകയല്ല. നേരിട്ട് വന്ന് ചോദിച്ചപ്പോ റൗദനെ കുറിച്ച് വന്ന് ചോദിക്കാനില്ല, റൗദന്റെ വിശാലതയെ കുറിച്ച് പറയാനില്ല, ഹാഫിദ് ഉസ്താദിനെ കുറിച്ച് പറയാനില്ല, എന്നെ കുറിച്ച് പറയാനില്ല. ആകെ ഓനുള്ളത് വ്യക്തിപരമായ കാര്യം മാത്രം. അതുകൊണ്ട് കുരുവട്ടൂർ ഹാഫിദിനെ കുറിച്ചും 1500 കിലോമീറ്റർ താഴെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവാറ് എന്ന് ഹാഫിദ് പറഞ്ഞതിനെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുമെന്ന് ഭയന്നതുകൊണ്ട് തന്നെയാണ് നീ എനിക്ക് മൈക്ക് നിഷേധിച്ചത് എന്ന് സുന്നി സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു. നിന്റെ മുഖാമുഖ നാടകം ഈ വീഡിയോയിലൂടെ സുന്നി സമൂഹം അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്. നൌഷാദ് ആൺകുട്ടിയാണെങ്കിൽ കിതാബടിസ്ഥാനത്തിൽ തെളിയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 കിലോമീറ്റർ താഴെയാണ് എന്നും ഇടയ്ക്കിടയ്ക്ക് മാത്രമേ മുകളിലേക്ക് വരാറുള്ളൂവെന്നും ആ സമയത്ത് സലാം പറയുന്നവർക്ക് ഭാഗ്യമെന്നും നിന്റെ ഹാഫിൽ പറഞ്ഞ കാര്യങ്ങൾ കിതാബടിസ്ഥാനത്തിൽ തെളിയിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ മുന്നോട്ട് വരണമെന്നാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് വെണ്ണക്കോട് മുഖാമുഖത്തിൽ എന്തുകൊണ്ട് അത് കിതാബടിസ്ഥാനത്തിൽ തെളിയിച്ചില്ല? താങ്കളല്ലേ പറഞ്ഞിരുന്നത് ഹാഫിൽ ഉസ്താദിന്റെ കുട്ടികൾ തെളിയിക്കും, കിതാബടിസ്ഥാനത്തിൽ തെളിയിക്കുമെന്ന്. എന്തുകൊണ്ട് കിതാബടിസ്ഥാനത്തിൽ ആ വിഷയം തെളിയിക്കാൻ താങ്കൾ തയ്യാറായില്ല എന്നാണ് ചോദിക്കാനുള്ളത്. സയ്യിദുനാ ജാബിർ തങ്ങൾ ഹബീബായ തങ്ങളോട് ചോദിക്കുന്നുണ്ടല്ലോ, ഹബീബായ നബിയെ, ആദ്യമായി അല്ലാഹു തആല ഈ ലോകത്ത് സൃഷ്ടിച്ച വസ്തു എന്താണെന്ന് പറയുമ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, നൂറു നബിയിക യാ ജാബിർ. മോനെ ജാബിറെ, നിന്റെ നബിയാകുന്ന എന്റെ നൂറിനെയാണ് അല്ലാഹു ആദ്യമായി പടച്ചതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂറുൽ അളമായ തങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും നിയലില്ല. കാരണം ലിഅന്നഹു കാന നൂറാ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നൂറായതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു സമയത്തും ഒരു സെക്കൻഡും ആ ഹബീബായ തങ്ങൾക്ക് നിയലില്ല. ഇതാണ് അഹ്ലുസുന്നയുടെ ആദർശം. എത്താ സുനീറപ്പത് നൗഷാദ് പറഞ്ഞാക്കെന്താ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറു മുബാറക്കിൽ അത്തർ വർത്തിയപ്പം നേല് കണ്ടുന്ന്. ഷാറു മുബാറക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് കാണിച്ചു. ഞങ്ങൾക്ക് ആദ്യം ഒരു ഷാറു മുബാറക്ക് എടുത്തു, എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത്. അൽഹംദുലില്ലാഹ് അവിടെ പോയപ്പോ നമുക്കും അതിന് ഭാഗ്യം ലഭിച്ചു. ഷാറു മുബാറക്കിൽ അത്തരങ്ങൾ ഒഴിച്ചു കൊടുത്തു. അപ്പൊ അത്തറിന്റെ അതിന്റെ മേലിൽ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ നേല് കാണുന്നു. അദ്ദേഹം ചോദിച്ചു, നേലില്ലേ? ഉണ്ട്. അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നതുകൊണ്ട് നേല് വന്നതാണ്. അനിയൻകുട്ടി മൂപ്പറാക്കെന്തെന്ന് പ്രസംഗിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും നേലുണ്ടായിട്ടില്ല. ഒരിക്കലും നേലുണ്ടാവില്ല. അന്നഹു കാന നൂറ. അവിടുന്ന് നൂറാന്നാ പറഞ്ഞേ. ആ നൂറിനെ മറച്ചു വെക്കാൻ പറ്റിയ ഏത് അത്തറ ചങ്ങായിമാരുള്ളത്? ഒരു അത്തറാണ്ട് വരറ്റുമ്പോത്തിന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് മറക്കാൻ കഴിയുമോ?
അനിയൻകുട്ടി ചോദിക്കാണ്, അതിന് മറുപടി കൊടുക്കങ്ങള്. ഏട്ടൻകാക്കപ്പോ കുടുങ്ങല്ലേ ഈ കോലത്തിലാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു വേദി കൊടുത്തേനി, അതാകെ കൊളാക്കി. എന്താ ചെയ്യാ, ആദ്യം തന്നെ ഏട്ടൻകാക്കാനെ പിടിച്ചാണ്ട് ഒരൊറ്റ അടിയാ കൊടുത്തേ അനിയൻകുട്ടി. എന്താ പഞ്ചി ചെയ്യാ? മുത്തുനബിയുടെ മേലിൽ 4 അഭിപ്രായം പറഞ്ഞതായി ഒരു കിതാബ് ഈ ലോകത്ത് വെച്ച് പേരോട് വായിച്ചാൽ നിങ്ങളെ ചെരുപ്പെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ചെരുപ്പും പെറുക്കി നടന്നാ പോരാ കേട്ടോ, ആരാന്റെ ചെരുപ്പും പെറുക്കി നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം കേട്ടോ. കേട്ടോളൂ. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു പറയുന്നു, അതിനെപ്പറ്റി ഒരഭിപ്രായം, ഖീല ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലാ യഖഉ ദില്ലുഹു അലൽ അർളി തശ്രീഫാ, ഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴല് വീഴൂല. അത് നബി തങ്ങൾക്ക് അല്ലാഹു കൊടുത്തൊരു ബഹുമാനം. ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന നൂറൻ ശരീഫൻ റൂഹാനിയൻ, നബി തങ്ങൾ ആത്മീയമായി പറഞ്ഞാൽ, അടിസ്ഥാനപരമായി പറഞ്ഞാൽ അവിടുന്ന് ഒരു പ്രകാശമാണല്ലോ. അതുകൊണ്ട് തന്നെ വജിസ്മൻ ലതീഫൻ നൂറാനിയൻ, അവിടുത്തെ ശരീരത്തിനും അതുപോലെ തന്നെ പ്രകാശപൂരിതമാണല്ലോ. വന്നൂറു ലാ ദില്ല ലഹു, പ്രകാശത്തിന് നിഴലുണ്ടാകൂലല്ലോ. കമാന്നൽ മലായികത അലൈഹിമുസ്സലാം ഹാലീന ബൈന അദ്ഹുരിനാ ലാ യുൻകിറു ദാലിക അഖിലുൻ, മലക്കുകൾ നമ്മളെ മുന്നിലേക്ക് വരുമ്പോ നമ്മളതാ മലക്കുകളെ നമ്മൾ കാണുന്നില്ല, മലക്കുകളെ നിഴലും കാണുന്നില്ലല്ലോ. ഏതേ അത് അവർക്കുള്ള ആ നൂറാനിയത്താണ്, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ലേ അവര്. ഇനിയോ അന്നഹും ഖുലിഖൂ നൂറൻ സിർഫൻ, ഇനി വേറെ ചില പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ വെക്കണമെന്നില്ല. ബൽ തകർറുമൻ ലിദാതിഹി ശരീഫതി അൻ യുഅതാ ദില്ലുഹാ ബിൽ അർദി ലിവലായും തഹന. ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ മറ്റൊരു പ്രസംഗം നടത്തുമ്പോൾ ഈ അഭിപ്രായം ഉദ്ധരിച്ചിരുന്നു. ബൽ തകർറുമൻ ലിദാതിഹി ശരീഫതി അൻ യുഅതാ ദില്ലുഹാ ബിൽ അർദി ലിവലായും തഹന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ നിലത്ത് വീണാൽ അത് പല കാലുകൊണ്ട് ചവിട്ടിപ്പോയിട്ട് നബി തങ്ങളുടെ നിഴല് ചവിട്ടിപ്പോവുക എന്നതൊരു ബഹുമാനക്കുറവല്ലേ? അതില്ലാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല അങ്ങനെ കൊടുത്തതാണ്. വേറൊരഭിപ്രായം മഹാനായ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുകയാണ്. വഖീല, മറ്റൊരഭിപ്രായം എന്താണ്? ബൽ കാനത്തിൽ ഗമാമത്തു തുദില്ലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ യുറാ ലഹു ദില്ലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോ തങ്ങൾക്ക് കാർമേഘം തണലിട്ട് കൊടുത്തിരുന്നു. അപ്പൊ ഒരു തണലുണ്ടാകുമ്പോ അതിന്റെ ഉള്ളിൽ വരുന്ന ആൾക്ക് പിന്നെ തണല് കാണൂലല്ലോ. നമ്മളൊരു മരത്തിന്റെ തണലിൽ പോയി നിന്നാ പിന്നെ നമ്മളെ തണൽ അവിടെ കാണൂലല്ലോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ മേഘം തണലിട്ട് കൊടുത്തതിനാൽ നബിതങ്ങളുടെ നിഴല് കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞ ഇമാമീങ്ങളുമുണ്ട്. വേറെ ചില പണ്ഡിതന്മാരെ നാലാമത്തെ അഭിപ്രായം ഇമാം മഹല്ലി നൈസാബൂരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഇന്നമാ ലം യകുൻ ലഹു ദില്ലുൻ ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യക്തുബു വഹുവ നബിയ്യുൻ ഐ ലം യഖൽ യദിഹിൽ കരീമത്തി ദില്ലുൻ അലാ ഇസ്മില്ലാഹി തആല ബഅദ അത്തഖല്ലുഖ് ബിമാ യൻബഗി ലഹു അത്തഖല്ലുഖ് ബിഹി മിൻ അസ്മാഇല്ലാഹി തആല ഫറഫഅ അല്ലാഹു തആല ദില്ലഹു അൻ യഖഅ അലൽ അർളി വഖീല ഗൈറു ദാലിക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതുമ്പോൾ അല്ലാഹുവിന്റെ പേരെഴുതുകയാണെങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലിന്റെ നിഴല് അള്ളാന്റെ പേരിന്റെ മേലെ വീണാലോ എന്ന് മനസ്സിലാക്കി നബി തങ്ങൾ എഴുതാൻ അറിയാമെങ്കിലും എഴുതിയിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് തീരെ നിഴല് കാണണ്ട എന്ന് അല്ലാഹു തആല കൊടുത്തൊരു ബഹുമാനമാണ്. അങ്ങനെ ഇമാം നൈസാബൂരിയെ പോലുള്ള പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. വഖീല ഗൈറു ദാലിക, വേറെ വിശദീകരണം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്. മുത്തുനബിയുടെ മേലിൽ 4 അഭിപ്രായം പറഞ്ഞതായി ഒരു കിതാബ് ഈ ലോകത്ത് വെച്ച് പേരോട് വായിച്ചാൽ നിങ്ങളെ ചെരുപ്പെടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.